പിവിറ്റ് അക്കാദമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ JEE നോട്ടിഫിക്കേഷൻ, ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ ഒഫീഷ്യലി റിലീസായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ റെയിൽവേ ആസ്പിരൻസും എക്സ്പെക്റ്റ് ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ തന്നെയായിരുന്നു ഇത്. കാരണം ഈ വർഷത്തിൻ്റെ തുടക്കം തന്നെ റെയിൽവേ ഒരു ഒഫീഷ്യൽ കലണ്ടറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ എക്സാമാണ് വിളിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയായിരുന്നു എന്ത്, ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഫീഷ്യലി റിലീസായിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30/7/2024 30/7/2024 മുതൽ 29/8/2024 വരെയാണ് എന്ത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് വല്ല മോഡിഫിക്കേഷൻസോ കറക്ഷൻസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 30/8/2024 മുതൽ 8/9/2024 വരെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസോ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വന്നിട്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. ബേസിക്കലി ഈ അപ്ലിക്കേഷൻ, അതായത് ഈ ജൂനിയർ എഞ്ചിനീയർ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി. പക്ഷേ കോവിഡ് റിലാക്സേഷൻ പ്രമാണിച്ച് 3 വർഷത്തെ റിലാക്സേഷൻ തന്നിട്ടുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ യൂഷ്വലി പറയുന്ന പോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും ബാക്കി ഉള്ള എക്സ് സർവീസ്മാൻ അതുപോലെ തന്നെ PWBD കാൻഡിഡേറ്റ്സിനൊക്കെ അതിന് അനുബന്ധമായ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി പറയാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ബിരുദമോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ ആണ്. പിന്നെ ഫിസിക്സും കെമിസ്ട്രി, BSc ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പഠിച്ചവർക്കും ചില പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്കലി ഉള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട്, അതായത് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്സ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണമെന്നില്ല. കാരണം ഫൈനൽ റിസൾട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ദോസ് വെയിറ്റിംഗ് റിസൾട്ട്സ് ഓഫ് ദെയർ ഫൈനൽ എക്സാമിനേഷൻ ഓർ പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ഓർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഷുഡ് നോട്ട് അപ്ലൈ എന്ന് പ്രത്യേകം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന അപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, എക്സ് സർവീസ്മാൻ, SC ST, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഇവർക്കൊക്കെ വരുന്നിട്ട് 250 രൂപയാണ് എന്ത് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് CBT അറ്റൻഡ് ചെയ്യുന്ന വഴി ഈ 400 രൂപയും അതുപോലെ തന്നെ ഈ പറയുന്ന കാറ്റഗറീസിന് SC ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഇവർക്ക് വന്നിട്ട് 250 രൂപയും റീഫണ്ട് കിട്ടുന്നതാണ്. റീഫണ്ട് എപ്പോഴാണ് കിട്ടുക? നിങ്ങൾ CBT 1 അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ നോക്കാം. 2 സ്റ്റേജിലായിട്ടാണ് എക്സാം നടക്കുന്നത്, CBT 1 ആൻഡ് CBT 2. CBT 1 വരുന്ന സിലബസ് എന്ന് പറയുന്നത് മാത്സ്, ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ടോട്ടൽ 100 മാർക്കിൻ്റെ പേപ്പർ ആയിരിക്കും. അത് വന്നിട്ട് 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറാണ് എന്ത് എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് യൂഷ്വലി നോർമൽ NTPCയുടെ സിലബസ് തന്നെയാണ് CBT 1 വരുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും എല്ലാ നോട്ടിഫിക്കേഷനിലും പറയുന്ന പോലെ തന്നെ സയൻസിന് പ്രത്യേക വെയിറ്റേജ് ഉള്ള ഒരു എക്സാമാണ് എന്ത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എക്സാം എന്ന് പറയുന്നത്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എല്ലാ എക്സാംസിനും സയൻസിന് ഒരു സ്പെഷ്യൽ വെയിറ്റേജ് എപ്പോഴും എന്താണ് കൊടുക്കാറുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റേജ് CBT ആണ്. സെക്കൻഡ് സ്റ്റേജ് CBT എന്ന് പറയുന്നത് ടോട്ടൽ 150 മാർക്കിനാണ് വരുന്നത്. 150 മാർക്കിൽ ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരുന്നുണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ടെക്നിക്കൽ എബിലിറ്റീസ്. ടെക്നിക്കൽ എബിലിറ്റീസിനെ കണ്ടോ 100 മാർക്കിനാണ് ടെക്നിക്കൽ എബിലിറ്റീസ് ചോദിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ പഠിച്ച അനുബന്ധമായ ട്രേഡ് റിലേറ്റ് ചെയ്തിട്ട് 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്താ പറയുക, നിങ്ങൾ ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചെന്നുണ്ടെങ്കിൽ അതിന് പല ട്രേഡുകളുണ്ടാവും അല്ലേ. സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ട്രേഡിലാണോ എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്നത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ്, അത് ഏതൊക്കെ ഗ്രൂപ്പുകളാണ്, എക്സാം ഗ്രൂപ്പുകളാണ്, ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വിശദമായി നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോയിൽ പറയാനുള്ളതായിട്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളെല്ലാവരും ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങണം. ലാസ്റ്റ് സമയമൊക്കെ ആവുമ്പോഴേക്കും സൈറ്റ് ഹാങ് ആവാനും പിന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.